Students, so today we will start the next class. ഇപ്പോൾ ഒരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പോർഷൻ്റെ പേരെന്താ? ജോയിനിങ് തൗസൻഡ്സ്. ഓക്കെ, സോ ജോയിനിങ് തൗസൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൗസൻഡ്സും അതിൽ കൂടുതൽ നമ്പേഴ്സ് വന്നിട്ട് അത് ജോയിൻ ചെയ്ത് വീണ്ടും വീണ്ടും അതിലും കൂടുതലാകുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ today we are going to discuss about some sales. ഒരു സെയിൽ, അപ്പോൾ അതായത് അതെവിടെയാണ് നടക്കുന്നത്? ഇൻ ദ സ്കൂൾ സ്റ്റോർ. സ്കൂൾ സ്റ്റോറിൽ നമുക്കറിയാം, സ്കൂളിൽ ഒരു സ്റ്റോർ ഉണ്ട്. അവിടെ എന്തൊക്കെയായിരിക്കും ഉള്ളത്? ബുക്സ്, പെൻസ്, പെൻസിൽസ്. സോ വി ക്യാൻ സീ എ സ്കൂൾ സ്റ്റോർ ഹിയർ. സോ ഇൻ ദിസ് സ്കൂൾ സ്റ്റോർ വാട്ട് ആർ ദ തിങ്സ് ദെയർ? അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് എങ്ങനെ കാണാം? സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എ ഷോപ്പ് കീപ്പർ. ഇത് ഷോപ്പ് നടത്തുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആള്, സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെ നിൽക്കുന്ന ഷോപ്പ് കീപ്പർ. ദീസ് ടു ആർ സ്റ്റുഡൻസ്. അവര് സ്റ്റുഡൻസ് ആ. വൈ ദേ ആർ സ്റ്റുഡൻസ്? ദിസ് ഈസ് എ സ്കൂൾ സ്റ്റോർ. ഇതൊരു സ്കൂളിലെ സ്റ്റോർ ആയതുകൊണ്ട് അവിടെ സാധനം വാങ്ങിക്കാൻ നിൽക്കുന്നത് ആരാ? സ്റ്റുഡൻസ് ആ. സോ വാട്ട് ആർ ദ തിങ്സ് ഇൻ ദ സ്റ്റോർ? എന്തൊക്കെയുണ്ട് ഇവിടെ? ബുക്സ് ഉണ്ട്, ബാഗ് ഉണ്ട്, പെൻ, പെൻസിൽ, സ്കെയിൽ, ഇറേസർ, പേപ്പർ ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ ഇൻ ദ സ്റ്റോർ. സ്റ്റോറിൽ ഈ വിധ കാര്യങ്ങളൊക്കെയും ഉണ്ട്. So here a word is given, day sale. That means Monday, how many rupees they sold the things? Monday ആയപ്പം 2040 റുപ്പീസിന്റെ സെയിൽ നടന്നു എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വിറ്റത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സെയിൽ നടന്നത് എത്രയാ? 2040 റുപ്പീസ്. ട്യൂസ്ഡേ 865 rupees, isn't it? Then Wednesday 2025 rupees. Thursday 1890 rupees. Then Friday 2400 rupees. അപ്പം total how many days? 5 days and the amounts are given. 5 ദിവസത്തെ സെയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. Monday, Tuesday, Wednesday, Thursday, Friday. Saturday and Sunday are holidays. So the 5 days sale are given. കണ്ടല്ലോ? So here and we are talking about the sale, 1 week sale at the school. അപ്പം ഒരു ആഴ്ചത്തെ സെയിലാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ക്യാൻ ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഇൻ ദ ഫസ്റ്റ് 2 days? അപ്പം നമുക്ക് നോക്കാം. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഇൻ ദ ഫസ്റ്റ് 2 days? ഫസ്റ്റ് 2 days ഏതൊക്കെ ഡേയ്സാ? It is Monday and Tuesday. So the first 2 days are Monday and Tuesday. And on Monday, how much rupees they got? 2040 rupees. Monday they got 2040 rupees. And Tuesday they got 865 rupees. They got 865 rupees. So they are asking how much did they get in the first 2 days? How much means we have to find the total. മൊത്തം എത്ര അവിടെ ആ ദിവസം ആദ്യത്തെ ദിവസം എത്ര കിട്ടി, ആദ്യത്തെ 2 ദിവസം എത്ര കിട്ടി. അപ്പം so what we have to do? We have to find the sum of these 2 days. Which are the 2 amounts? So Monday how much? 2040 rupees. And Tuesday how much? 865 rupees. അപ്പം so what operation we have to do? ഇവിടെ എന്ത് ചെയ്യണം? We have to add these two amount. അങ്ങനെ ഉണ്ടെങ്കിൽ 2 ദിവസം എത്ര രൂപ കിട്ടിയെന്ന് പറയാനൊക്കെ. നമ്മൾ ഓരോ ദിവസവും തന്നിട്ടുണ്ട്. 2 ദിവസം ഒന്നിച്ച് എത്ര കിട്ടിയെന്ന്. അപ്പം 2040 പ്ലസ് 865 അല്ലേ? 2040 865. വാട്ട് ഈസ് 0 പ്ലസ് 5? 0 പ്ലസ് 5 എത്രയായിരിക്കും? ഇറ്റ് ഈസ് 5 അല്ലേ? 0യുടെ 5 കൂട്ടിയ 5, ഒന്നും കൂട്ടുന്നില്ല. Then 6 plus 4 or 4 plus 6. So keep 6 in mind. 6 മനസ്സിൽ വെച്ചിട്ട് take 4 fingers. അപ്പം 4 ഫിംഗേഴ്സ് എടുക്കുക. അപ്പോൾ ആഫ്റ്റർ 6 മനസ്സിലിരിക്കുക. അപ്പോൾ 6 പുറത്ത് പറയണ്ട. അല്ലെങ്കിൽ ആഫ്റ്റർ 6 കൗണ്ട് ചെയ്യുമ്പോൾ 6 കഴിഞ്ഞുള്ള നമ്പർ. ആഫ്റ്റർ 6 7 8 9 10 ആ വന്നേക്കുന്നത്. അപ്പോൾ 10ന് നമുക്കിവിടെ എന്തെഴുതാം? വാട്ട് വി ക്യാൻ റൈറ്റ്? വി ക്യാൻ റൈറ്റ് 0 ഹിയർ and we can give 1 remainder here. So here 8 plus 0 gives 0 and 8 plus 0 gives 8. 8 plus 1 9 and what we can write here? 2. So what is the total amount for first 2 days? ആദ്യത്തെ 2 ദിവസം എത്ര രൂപയ്ക്ക് അവരുടെ സെയിൽ ചെയ്തത്? So that is 2900
5 rupees. That is 2,905 rupees. അപ്പം ട്യൂസ്ഡേയിൽ മൺഡേയിലും കൂടെ they sold the items for rupees 2,905. Okay, did you understood this one? നിങ്ങൾക്കിത് മനസ്സിലായോ? Okay, here the question is how much did they get in the first 2 days of the week? These are the days of a week. First നമ്മൾ ഇവിടെ Monday, Tuesday. നമുക്ക് total how many days are there in a week? There are 7 days in a week. But here these 5 days working days, and so first 2 days means what? Monday and Tuesday. Okay, so we will move to the next question. That's page number 49 ഉള്ള 48 49 ഈ ഷോപ്പിലെ സെയിൽസിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, so next question is how much in the last 2 days of the week? എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ 2 ദിവസം total 5 days are there. So first 2 days already we found. Next last 2 days means Thursday and Friday. Thursday and Friday last 2 days what is the sale? അവസാന 2 ദിവസം എത്രയാ സെയിൽ എന്ന് നോക്കാം. നമുക്ക് നോക്കാം. Thursday how much? 1,890 rupees. And Friday how much? 2,400 rupees. Okay, so we have to find the total. That means 1,890 plus how much? 2,400. നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. What is 0 plus 0? 0 plus 0 is 0. Then 9 plus 0. 9ന്റെ കൂടെ 0 ആഡ് ചെയ്ത് എത്ര കിട്ടും? 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ? അപ്പം that is 9. Next 8 plus 4. അപ്പോൾ ഇതിൽ വലിയ നമ്പർ ഏതാ? 8. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ബാക്കി 4 ഫിംഗേഴ്സ് എടുക്കുക. എന്നിട്ട് 8 കഴിഞ്ഞിട്ടുള്ളത് കൗണ്ട് ചെയ്യണം. ആഫ്റ്റർ 8 9 10 11 12. നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്ത് ആരുടെയും വിരലൊന്നും വാങ്ങിക്കേണ്ടി വരത്തില്ല. ഓക്കെ, നമ്മൾ കാലിലെ വിരലൊന്നും എടുക്കേണ്ടി വരത്തില്ല. അപ്പം ആഫ്റ്റർ 8 9 10 11 12. So what, instead of 12 what we have to write? 2 here and 1 remainder. So what is 2 plus 1? 3. 3 plus 1? 4. So what is the amount for the last 2 days? അവസാനത്തെ 2 ദിവസം എത്ര എമൗണ്ട് കിട്ടിയത്? That is 4,290 rupees, isn't it? So what is the total amount they sold for the last 2 weeks? 4,290 rupees. Okay, and next we will move to the third question. That is, the third question is how much in the whole week? എന്ന് പറഞ്ഞാൽ the whole week means for the 5 days. Total 5 days ആയിരുന്നുകൊണ്ട് ആ 5 ഡേയ്സിലും കൂടെ മൊത്തം അവർക്ക് എത്ര രൂപ കിട്ടി? How much എന്ന് പറഞ്ഞാൽ എത്ര in the whole week, അതായത് ആ വീക്കിൽ മൊത്തം എത്ര കിട്ടിയെന്ന്. ഓക്കെ, so we will move to the, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് 2 ഡേയ്സ് കിട്ടിയായിരുന്നു അല്ലേ? ഫസ്റ്റ് 2 ഡേയ്സ് എത്ര കിട്ടിയായിരുന്നു? നമുക്ക് എത്ര കിട്ടിയായിരുന്നു? 2,900 rupees കിട്ടിയായിരുന്നു അല്ലേ? 2,900 കിട്ടി. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് 2 ഡേയ്സ്. പിന്നെ ലാസ്റ്റ് 2 ഡേയ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ വിച്ച് ഈസ് റിമൈനിങ് ഹിയർ? ഇവിടെ നമുക്ക് ഏതാ റിമൈൻ ചെയ്യുന്നത്? നമുക്ക് ഈ ഒരെണ്ണെ നമ്മൾ എന്ത് ചെയ്താലുള്ളൂ? കണ്ടുപിടിക്കാതെ ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് 2 ഡേയ്സിൽ നമുക്കറിയാം. പിന്നെന്താ? ലാസ്റ്റ് 2 ഡേയ്സിന്റെ സമ്മും നമുക്കറിയാം അല്ലേ? ഇനി നമുക്ക് അന്നേരം ഇതും കൂടെ കൂട്ടിയാൽ മതി. ഇവിടെ രണ്ടിടവും കൂട്ടി വെച്ചിട്ടുണ്ട്. സോ what is the first 2 days? How much? 2,905 rupees. Then last 2 days 4,290 rupees. And third day, മൂന്നാമത്തെ ദിവസം ഏതാ? വെനസ്ഡേ. അതായത് മൂന്നാമത്തെ ദിവസം we got 2,025 rupees. So now we will find the total. Total എന്ന് പറയുമ്പം 2,905 plus 4,290 plus 2,025. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ആഡ് ചെയ്ത് നോക്കാം. Here 5 plus 0 is 5.
5 plus 5, 5 plus 5 എത്രയാണ്? നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡിലും 5 ഉണ്ട്, റൈറ്റ് ഹാൻഡിലും 5 ഫിംഗേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം ലെഫ്റ്റിലെ 5ഉം റൈറ്റിലെ 5ഉം കൂടെ നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? വി ഗോട്ട് 10 fingers. So 5 plus 5 means 5 plus 5 എത്രയാ? 0, 10 and here 1 remainder. Next 9 plus 2. Keep 9 in mind and take 2 fingers. 9 മനസ്സിൽ വെച്ചിട്ട് 2 fingers എടുക്കുക. After 9, 10, 11. Then one more is here. That is 12. That is then 2. Then again 1 remainder. Okay. Okay. So 9 plus 2 gives how much? 9 plus 2 gives 11. Then 11 plus 1 again 12. 2. 1 remainder. That means 4 plus 2 is 6. 6 plus 2 is 8. 8 plus 1, 9. So, how much is your answer? For the whole week, ഒരു ആഴ്ചയിൽ അവർ സാധനം വിറ്റപ്പോൾ they got how much amount? They got 9,220 rupees. They got how much? 9,220 rupees. That is the whole week's sale. Whole weeks means all the 5 days they are selling the things only for 5 days. Actually, we have 7 days, but they are selling only the things for 5 days, and the whole week they got 9,220 rupees. Okay, did you understand? ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? Okay, we will move to the fourth question. Okay, at fourth question, how on which day did they got the most? What do you mean by most? Most എന്ന് പറഞ്ഞാൽ എന്ത്? On which day did they get the most? അവർക്ക് most എന്ന് പറഞ്ഞാൽ കൂടുതൽ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയത് ഏത് ദിവസമാണ് നിങ്ങൾ പറഞ്ഞേ? Monday 2040, Tuesday 865, Wednesday 2025, Thursday 1890 and Friday 2400. So on which day they got? ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാമല്ലോ, 2000 ആണ് ഇവിടെ. 1000ന്റെ പ്ലേസിൽ 2000 ബിഗസ്റ്റ് നമ്പർ. അടുത്ത ഇവിടെ നോക്കിയേ, 2000 വരുന്നതും 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അടുത്തത് ഇവിടെ 4, ഇവിടെ 0, ഇവിടെ 0. So which is greater? 4 is greater. So on which day? On which day they got the most? On Friday. And what is the amount? 2,400 rupees. Okay. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. Okay, next we will move to the next question, and the last question is write the amounts from smallest to greatest. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് smaller to bigger എന്ന് പറയുമ്പോൾ ഏത് ഓർഡറാ? Smaller to bigger means it is ascending order. What do you mean by ascending order? Ascending order നമ്മൾ പറഞ്ഞതാ. What is ascending order? The arranging numbers from smaller to greatest or smallest to biggest, smaller to bigger. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ഇത് നോക്കാം. So which is the smallest number here? നിങ്ങൾ തന്നെ പറഞ്ഞേ, which is the smallest number? That is 865. Then അപ്പം നമ്മൾ 865 നമ്മൾ എടുത്തു കഴിഞ്ഞു. Then 2040, 2025, 1890, 2400. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇത് 2000, this is 2000, 1000. അപ്പോൾ ഇനി ഏതാ നമ്മൾ എഴുതുന്നത്? 1890. So the next number is 1890. Then which is the third number? നോക്കിയേ, 2040 ഉണ്ട്, 2025 ഉണ്ട്. So which is one? 2025. Okay, and next one 2040, and the last one is 2400. Now the numbers are arranged in ascending order also. Okay, I think you understood the portion. ഈ portion നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ first question was how much for the first 2 days, then second question how much for the last 2 days, then third question how much for the whole week, and fourth question, what was the question? On which day the most sale was there? അപ്പോൾ most sale ഏത് ദിവസമായിരുന്നു? And the last question is write these amounts in ascending order. Okay, thank you.